അയ്യോ എന്താണ്ട് മറന്നല്ല. സോ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അയ്യോ എന്താണ്ട് മറന്നല്ല. ഗൈസ് ഇന്നത്തെ വീഡിയോ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കുറേ ആയിട്ട് വിചാരിക്കുന്നുണ്ട്, അതായത് റമദാൻ സ്റ്റാർട്ട് ചെയ്ത മുതൽ ഞാൻ വിചാരിക്കുന്നുണ്ട് ഒരു ലോങ് വീഡിയോ എടുക്കണം എന്നുള്ളത്. ബട്ട് ഇതുവരെ അത് സംഭവിച്ചിട്ടില്ല. അതായത് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്, ബട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, ബട്ട് അത് ഷോർട്സ് ആയിരുന്നു എന്ന് മാത്രം. സോ ഇന്ന് ആ സമയം എത്തിയിട്ടുണ്ട് ഗൈസ്. സോ ഇന്ന് ലോങ് വീഡിയോ എടുക്കുക എന്നുള്ളതാണ് എൻ്റെ പ്ലാന്. സോ എന്താവും ഇങ്ങനെയാവും എന്നുള്ളതൊന്നും ഒരു ഐഡിയ ഇല്ല, എന്നാലും സ്റ്റിൽ വെയിറ്റ് ഗൈസ്. ഇന്ന് റമദാൻ 27th ആണ്. സോ ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളും ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. പറയല്ല, കാണിച്ച് തരും ഞാൻ. ഇതാണ് ഞങ്ങളുടെ ഓജിൽ മിറാൻ. സൂപ്പർ മുടി. ഇത് ഓസിൽ മിറാൻ, എൻ്റെ മേമൻ്റെ മോനാണ് കേട്ടോ. ഞങ്ങൾ ഓസിന്ന് വിളിക്കും. പിന്നെ എന്താ വിളിക്കാൻ ചോദിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്നെ പലതും വിളിക്കലുണ്ട്. അതൊന്നും ഇവിടെ വെക്കാൻ കഴിയൂല ഗൈസ്. നിസ്കാരം ഓത്തും പിന്നെ എനിക്ക് പഠിക്കാനുള്ള കാര്യങ്ങളൊക്കെ പഠിച്ച് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ എനിക്ക് വേണ്ടിയിട്ട് കുറച്ച് ടൈം കണ്ടെത്താറുണ്ട് കേട്ടോ, എൻ്റെ കൂടെ ഒന്ന് ഇരിക്കാൻ വേണ്ടിയിട്ട്. വളരെ ഇഷ്ടപ്പെട്ടുള്ള ഒരു ഏരിയയാണ്, അതായത് ബാക്ക് സൈഡ് എന്ന് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ അവിടെ ഇങ്ങനെ സോഫയിൽ ഇരിക്കുക, മുന്നിൽ നേരെ എന്താണുള്ളത് വയൽ, അതായത് പച്ചപ്പ് പിടിച്ചിട്ടുള്ള വയല കാര്യങ്ങളാണുള്ളത്. സോ അതൊക്കെ കാണുമ്പോൾ തന്നെ നമ്മുടെ മൈൻഡൊക്കെ ഭയങ്കര പോസിറ്റീവ് വൈബുള്ള പോലെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. അസർ നിസ്കരിച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് മൈൻഡിൽ വരുന്നിട്ടുള്ളത് എന്ത് ഇനി ഉണ്ടാക്കും എന്നുള്ളതാണ്. സോ അതിൻ്റെ കാര്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. അപ്പം നമ്മൾ രാത്രിയുള്ളത് വരെ ആ ഒരു സമയമാകുമ്പോൾ റെഡിയാക്കാറുണ്ട് കേട്ടോ. ഇന്ന് നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ടുള്ളത് കപ്പയും മീൻകറിയാണ്. ഇന്നത്തെ സ്പെഷ്യൽ അതാണ് കേട്ടോ. രാത്രിന് വേണ്ടിയിട്ടുള്ള ചോറാണ് ഇപ്പോൾ അത് അടുപ്പത്തായിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ചില ദിവസങ്ങളിൽ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ സ്നാക്സോ അല്ലെങ്കിൽ ഡെസേർട്ട് എന്തെങ്കിലും ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് നേരത്തെ ഇറങ്ങും കേട്ടോ പണിക്ക്. ഒന്നും ഉണ്ടാക്കാനില്ലാത്തത് കൊണ്ട് നമ്മൾ ഭയങ്കര സ്ലോ ആയിട്ടാണ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ എടുത്തുകൊണ്ടിരുന്നത്. പിന്നെ കൂടെയുള്ളത് എൻ്റെ മേമയാണ് കേട്ടോ. മേമക്ക് ഫാൻസിയിൽ കുറച്ച് സാധനം വാങ്ങുന്നത് പറഞ്ഞിട്ട് അത് വാങ്ങാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ എന്തായാലും പുറത്ത് പോകുന്നത്. പുറത്ത് പോയാൽ അവസ്ഥ എന്താണെന്ന് അറിയാലോ, പെണ്ണുങ്ങളല്ലേ പോകുന്നത്, വേറെ എന്തെങ്കിലും വാങ്ങിയിട്ടേ പോരുള്ളൂ, ലിസ്റ്റിലില്ലാത്തതും കൂടെ. ഇങ്ങോട്ട് ഓടിക്കേ, ഇത് അങ്ങോട്ട് പോണേ. അല്ലെങ്കിൽ ഈ ഫ്രണ്ട്ഷിപ്പിന് വലിയ പ്രായമോ കാര്യങ്ങളോ ഒന്നുമില്ല. എൻ്റെ ഇപ്പോഴത്തെ ഫ്രണ്ട് ഇവനാണ്. അതായത് ഞാൻ അവിടെ വീട്ടിലെത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ എൻ്റെ പുറകേന്ന് മാറില്ല, എന്തെങ്കിലും ആയിട്ട് എൻ്റെ അടുത്തേക്ക് വരും. അല്ലെങ്കിൽ ആ ഭാഗത്തേക്ക് പോലും തിരിഞ്ഞു നോക്കാത്ത ആളാണ്. അമ്മ എപ്പോഴും കംപ്ലൈൻറ്റ് പറയലുണ്ട്. പക്ഷെ അതൊന്നും എനിക്ക് വലിയ കാര്യമുള്ള കാര്യമില്ല. ഞാൻ വന്നോ അപ്പോൾ അത് അതിൻ്റെ അടുത്തേക്ക് വരും. പിന്നെ ഞങ്ങൾ അങ്ങനെ പോകും.
മാഷാല്ലാ എന്റെ കുട്ടി ഓടിക്കുന്നതാ. ഏതാണ് പാർക്കിങ്? ഹായ് ഫ്രണ്ട്സ് പരി, ഇങ്ങനെ ഹായ് അറി. സുഖമാണോ ചുച്ചുക്ക്? സുഖമാണോ? ഹൗ ആർ യു ചുച്ചുക്ക്? ഹൗ ആർ യു? അതിന്റെ പേരെന്താ പറഞ്ഞെടുത്താ? വാട്ട്സ് യുവർ നെയിം? മിരാൻ. ഫുൾ നെയിം പറഞ്ഞെടുക്ക്. വീട്ടിൽ ആരൊക്കെയുണ്ട്? ലീന, മെച്ചി, ദീദി ഇല്ല. ദീദി എവിടെ പോയി? സ്കൂൾക്ക് പോയി. പക്ഷെ അപ്പൊ എനിക്ക് നഴ്സറി പോണ്ടേ? എന്താ പോവാത്ത? എന്നാ സ്കൂളിൽ പോവാല്ലേ? നഴ്സറി പോയില്ലേല് വേണ്ടേ? നിന്റെ പഠിച്ചം പോരാ. നമുക്ക് പഠിച്ച് വലിയ കുട്ടി ആവണ്ടേ? ആ ശരിയല്ലേ. അതല്ല, പഠിച്ചിട്ട് വലിയ കുട്ടി ആവണ്ടേ? അതന്നെ. ഒരു ദിവസം ഞാൻ ഓസിൻ്റെ അടുത്ത് ചോദിച്ചു, ഓസി എനിക്ക് എന്താവാൻ ആഗ്രഹം ഉള്ളതെന്ന്. അതായത് ഡോക്ടറാണോ, നേഴ്സാണോ, അല്ലെങ്കിൽ പോലീസാണോ, ആർമിയാണോ ആവേണ്ടി ചോദിച്ചപ്പോൾ അവൻ പറയും എനിക്ക് ശിവ ആയാൽ മതി മോനെ. ശിവ ആരാ പറഞ്ഞു കൊടുത്താ? ശിവ ആരാ പറഞ്ഞു കൊടുക്ക്? ശിവ. ശരിയാണല്ലോ. വരാന് ഒരു കാർട്ടൂണില് ഒരു ക്യാരക്ടറാണ് ശിവ. എന്താ ഇപ്പൊ സമയം 6 മണിയായി. അപ്പോൾ ഇനി അരമണിക്കൂറും കൂടി ഉള്ളൂ നമുക്ക്. അങ്ങനെ 20ാമത്തെ നോമ്പ് കഴിയാൻ വേണ്ടി പോലെ എന്ത് ഇങ്ങോട്ട് പോണേ? ഇത് വീട്ടിലുണ്ടായിട്ടുള്ള മാങ്ങയും പേരയ്ക്കാണ് കേട്ടോ. അതാണ് അത്രയും ഇതിൽ കാണിച്ചു തന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ പിന്നെ മഗ്‌രിബിൻ്റെ സമയമായപ്പം ഫ്രൂട്ട്സും സ്നാക്സും ഒക്കെ ഞങ്ങൾ അവിടെ കൊണ്ടുവച്ചു. നിസ്കാരം കാര്യങ്ങളൊക്കെ ഒത്തും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതാ തറാവിക്ക് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. സോ ഉമ്മയും ഉപ്പയും വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത്. അതിൻ്റെ ഇടയിൽ എടുത്തിട്ടുള്ള കുറച്ച് കോപ്രായങ്ങളാണത്. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തി പൊതുവെ എന്തെങ്കിലും ഈ വീഡിയോ എടുക്കാനും ഫോട്ടോ എടുക്കാനും വീഡിയോ എടുത്തത് പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ വളരെ ഇഷ്ടമുള്ള ഒരു കൂട്ടത്തിലാണ് ആൾ. അതുകൊണ്ട് തന്നെ ആളുടെ വ്ളോഗിൽ നിങ്ങൾക്ക്, അതായത് എൻ്റെ വ്ളോഗിൽ നിങ്ങൾക്ക് എന്നെ മാത്രമേ കാണാൻ പറ്റുള്ളൂ, വേറെ ആരും കാണാൻ പറ്റത്തില്ല. അതുകൊണ്ട് ആരും കംപ്ലയിൻറ്റ് പറഞ്ഞ് വരരുത്. വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആൾക്കാരാണെന്നുണ്ടെങ്കിൽ എമ്പാടുണ്ട്. പക്ഷേ ആർക്കും ഇഷ്ടമില്ലാണ്ട് നമ്മളൊരാൾ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അതുകൊണ്ടാണ് കേട്ടോ. ഫസ്റ്റത്തെ വ്ളോഗ് ആയതുകൊണ്ട് ഏത് രീതിയിലാണ് എടുക്കേണ്ടതെന്നുള്ളത് വലിയ ഐഡിയ ഒന്നുമില്ല. എന്നാലും എന്നെക്കൊണ്ട് പറ്റുന്ന രൂപത്തിലൊക്കെ ഞാൻ ചെയ്യാൻ വേണ്ടിയിട്ട് മാക്സിമം നോക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ, എൻ്റെ വീഡിയോ ഫസ്റ്റ് ടൈമാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ വേഗം പോയി സബ്സ്ക്രൈബ് ചെയ്യും. ഒരു വ്ളോഗ് ചെയ്തിട്ട്, അതായത് വീഡിയോ ചെയ്തിട്ട് എന്തെങ്കിലും ചെറിയ 2 വാക്ക് സംസാരിച്ചിട്ടില്ലെങ്കിൽ അത് മോശമല്ലേ? അപ്പം ഞാൻ വിചാരിച്ചു എന്തെങ്കിലും പറയാമെന്നുള്ളത്. ഓക്കെ, ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് എത്രത്തോളം യൂസ്ഫുൾ ആവും, നിങ്ങൾക്ക് എത്രത്തോളം എടുക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല. എന്നാലും എനിക്ക് പറഞ്ഞേ പറ്റുള്ളൂ. ചെയ്യാൻ ആഗ്രഹം ഉണ്ടായിട്ട് അത് കുറച്ച് കഴിയട്ടെ, അല്ലെങ്കിൽ അത് നാളത്തേക്കാവട്ടെ എന്ന് മാറ്റി വയ്ക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അത് ഇപ്പം തന്നെ നിർത്തിയേക്കും. അതാണ് നല്ലത്. കാരണം ഇതിനോട് വലിയ കാര്യമൊന്നുമില്ല. ഇപ്പം നിങ്ങൾക്ക് ചെയ്യാൻ തോന്നുന്നത് എന്താ, അത് ഇപ്പം തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കും. നാളെ ആവട്ടെ, അല്ലെങ്കിൽ കുറച്ച് നേരം കഴിയട്ടെ എന്നുള്ളത് പറയുന്നത് വെറും എക്സ്ക്യൂസാണ്. നമ്മളെ തന്നെ നശിപ്പിക്കാണ്ട് എന്ത് ചെയ്യുക, നമ്മൾ ഉയർത്താൻ വേണ്ടിയിട്ട് നോക്കുക. അതായത് നമ്മുടെ ലൈഫ് സക്സസ് ആവുക, നമ്മുടെ ലൈഫ് ഹാപ്പി ആവുക എന്നുള്ളത് വേറെ ആരുടെയും റെസ്പോൺസിബിലിറ്റി, ഇറ്റ്സ് അവർ റെസ്പോൺസിബിലിറ്റി. അതുകൊണ്ട് തന്നെ വേറെ ആരും വരില്ല നമ്മുടെ ലൈഫിലേക്ക് നമ്മളെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട്, നമ്മളേ ഉള്ളൂ. ഇപ്പം നിങ്ങൾക്ക് ചെയ്യാൻ തോന്നുന്നത് ഇപ്പം ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കും. അത് നാളെ നമുക്ക് വേറെ എന്തെങ്കിലും ചെയ്യാം. ഇപ്പോൾ എക്സാമ്പിൾ പറയാം, ഞങ്ങൾക്കൊരു കോണ്ടന്റ് ക്രിയേഷൻ തുടങ്ങാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഓക്കെ, എനിക്ക് വേഗം തുടങ്ങാൻ. നിങ്ങൾ ഇപ്പം നല്ല ഫോൺ കിട്ടിയിട്ട് തുടങ്ങാൻ വേണ്ടിയിട്ട് നോക്കുക, അല്ലെങ്കിൽ നല്ലൊരു ടൈം വരട്ടെ, അല്ലെങ്കിൽ നെക്സ്റ്റ് മന്ത് ഫസ്റ്റ് വീക്ക് ആവട്ടെ എന്ന് വിചാരിച്ച് വെയിറ്റ് ചെയ്തിട്ട് കാര്യമില്ല ഗൈസ്. നമ്മളെ അടുത്ത് തന്നെ എക്സ്ക്യൂസ് പറയേണ്ടത്, അല്ലെങ്കിൽ നമ്മളെ തന്നെ കുഴിയിൽ കൊണ്ടിട്ട പോലെ തന്നെ ആവില്ല. ഓരോ ദിവസവും അത്രയും പ്രീഷ്യസ് ആയിട്ടുള്ള ഡേ ആണ്. അതായത് ഇന്ന് നമുക്കൊരു ദിവസം തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളതിന് വാല്യൂ കൊടുത്ത് ഭയങ്കര പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഒരു ഡേ ആക്കാൻ വേണ്ടിയിട്ട് മാക്സിമം നോക്കുക. നമ്മൾ വെറുതെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ വെറുതെ അപ്പുറത്തിപ്പുറത്ത് വന്ന് കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. കാരണം അതൊക്കെ ലാസ്റ്റ് ഉണ്ടാവുള്ളൂ. നിങ്ങൾ എൻ്റെ വീഡിയോ ഫസ്റ്റ് ടൈമാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോകണം.
വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. ആൻഡ് ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും വീഡിയോസ് വേണം എന്നുണ്ടെങ്കിൽ അതായത് ഡേ ഇൻ മൈ ലൈഫോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഫാമിലി ആയിട്ടുള്ള ബ്ലോഗോ കാര്യങ്ങളോ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് എൻ്റെ അടുത്ത് പറഞ്ഞാൽ മതി. ജസ്റ്റ് കമൻറ്റ് ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇൻഷാ അല്ലാ ഞാൻ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കട്ടെ. അപ്പം ഞാൻ വിചാരിക്കുന്നു എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്നുള്ളത്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ ലൈക്ക് ചെയ്തിട്ട് പോവുക. പിന്നെ ഹോമീസ് ആരും സബ്സ്ക്രൈബ് ചെയ്യാണ്ട് പോകണ്ട. ഇനിയിപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഓക്കെ ഗൈസ്, ഇനി നെക്സ്റ്റ് വീഡിയോ കാണുന്നവരേക്കും ബൈ.